അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു. 700 മീറ്ററിൻ്റെ ഫ്ലെക്സ്, 70 അടിയുടെ കട്ടൗട്ട്, അതെല്ലാം അഴിക്കാൻ സമയമായി. വീണ്ടും ബാപ്പാൻ്റെ 5 കപ്പിൻ്റെ കഥകളുമായി അടുത്ത കൊല്ലം വേൾഡ് കപ്പിൽ കാണാം. അപ്പോൾ അത് അവസാനിച്ചു. അപ്പോൾ ഇനി എല്ലാവരും ഇങ്ങോട്ടായിരിക്കുമല്ലോ ചേക്കേറാൻ പോണത്. അപ്പോൾ അതിൻ്റെ കേസ് ഏകദേശം വെളുപ്പിന് 2 മണിയോടെ അറിയാൻ സാധിക്കും. സോ ഗോ ബാക്ക് ബ്രസീൽ. പറയാനുള്ളത് നോർവേ ടീമിനെ പറ്റിയാണ്. എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഗോളടിക്കുന്ന പോലെ എളുപ്പമല്ല ഹാളൻഡ് എന്ന് വിധി എഴുതിയ നോർവേ ടീമിനെതിരെ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമായിരുന്നു എന്ന് ആദ്യ പെനാൽറ്റി കഴിഞ്ഞപ്പോൾ ബ്രസീൽ റിയലൈസ് ചെയ്തു. ഒരിക്കൽ പോലും ഒരു ആധികാരികത ബ്രസീൽ ടീമിന് കൊടുക്കാതിരുന്ന നോർവേ ടീമിന്റെ കയ്യിൽ തന്നെയായിരുന്നു മത്സരമെന്ന് തീർത്ത് പറയേണ്ടി വരും. എടുത്തു പറയണം, 35 വയസ്സുകാരൻ നൈലൻഡ്, നോർവേയുടെ ഗോൾ കീപ്പർ. ആദ്യ പെനാൽറ്റി ബ്രസീലിന് പിഴച്ചപ്പോൾ അവിടെ നിന്നും ഫോം കണ്ടെത്തിയ 35 വയസ്സുകാരൻ ഈ വേൾഡ് കപ്പിൽ 4 മത്സരത്തിൽ ഇതുവരെ ഒരു ഗോൾ പോലും കീഴടക്കിയിട്ടില്ല. ആർക്കും കീഴടക്കാൻ സാധിച്ചിട്ടില്ല. കാരണം പിന്നീട് കാനഡകളുടെ എല്ലാ അറ്റാക്കും നിഷ്പ്രഭമാക്കിക്കൊണ്ട് കംപ്ലീറ്റ്ലി ആ ഗോൾ വലയം കാത്തത് നൈലൻഡാണ്. 80 മിനിറ്റ് വരെ ഹാളൻഡിനെ കാണാതിരുന്ന മത്സരത്തിൽ കംപ്ലീറ്റ്ലി നോർവേ ടീം ബോൾ കൈവശം വെച്ച് കൃത്യമായ പാസുകളും എല്ലാം വളരെ നിയന്ത്രണത്തിലായതിനു ശേഷം ഒഡേഗാർഡിൻ്റെ കൃത്യമായ പ്ലാനിങ്, അതോടൊപ്പം തന്നെ ഹാളൻഡിൻ്റെ കൃത്യം ഫിനിഷിൽ ആദ്യ ഗോൾ അടിച്ചതിന് ശേഷം രണ്ടാമത്തെ ഗോൾ ഇന്നും ഫുട്ബോൾ ലോകം ചർച്ച ചെയ്യുന്നൊരു സംഭവമാണ്. വളരെ ഈസിയായി ഒരു പ്രാക്ടീസ് മാച്ച് കളിക്കുന്ന ലാഘവത്തോടെ ഹാളൻഡിൻ്റെ കാലിലേക്ക് വന്ന ആ പന്ത് ഒരു മെഷീൻ ഗണ്ണ് ഷൂട്ട് ചെയ്യുന്ന പോലെ ഒരൊറ്റ അടി അലിസന്റെയൊക്കെ റേഞ്ചിനും അപ്പുറത്തേക്ക് ആ ഗോൾ വലയം തുളച്ച് കയറുമ്പോൾ നോർവേ വിജയം ഉറപ്പിച്ചു. ഈസി വേ ഫോർ ഹാളൻഡ് ആൻഡ് നോർവേ. അങ്ങനെ അവസാന മിനിറ്റിൽ സുൽത്താൻ ബ്രസീലിന് വേണ്ടി ഗോൾ അടിച്ച ആ ലെജൻഡ് പടിയിറങ്ങിയാണ് ഏറെ വിഷമത്തോടെ സങ്കടത്തോടെ. ഈ ഒരു മാച്ച് ആയിരുന്നില്ല ഒരുപക്ഷെ ബ്രസീൽ ആരാധകരും ഫുട്ബോൾ ലോകവും കാത്തിരുന്നത്. വളരെ മോശം മാച്ച് എന്ന് തന്നെ പറയേണ്ടി വരും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ പടിയിറങ്ങേണ്ടി വരുന്നു. ആൻഡ് ഹാളൻഡ് ആൻഡ് നോർവേ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അടുത്ത മത്സരത്തിൽ കാത്തിരിക്കാം.